തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ സ്വർണ്ണക്കവർച്ച കേസിൽ ഉന്നതരുടെ അറസ്റ്റ് തുടരുന്നതിൽ സിപിഎമ്മിന് കടുത്ത ആശങ്ക. പത്മകുമാർ കൂടി അറസ്റ്റിലായാൽ പിന്നെ ഒരു ന്യായീകരണവും തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യില്ലെന്ന് കണക്കുകൂട്ടൽ. കെ ജയകുമാറിനെ ബോർഡ് പ്രസിഡന്റാക്കി മുഖം രക്ഷിക്കാനുള്ള നീക്കവും ഗുണം ചെയ്യില്ലെന്നാണ് വിലയിരുത്തൽ. ഹൈക്കോടതി നിരീക്ഷണമുള്ളതിനാൽ അന്വേഷണം അട്ടിമറിക്കാനാകില്ല എന്നതും സിപിഎമ്മിന്റെ ഉറക്കം കെടുത്തുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണവും സ്ഥാനാർത്ഥി നിർണയവുമൊക്കെ പുരോഗമിക്കുന്ന നിർണായക ഘട്ടത്തിലാണ് സ്വർണ്ണക്കവർച്ച കേസിൽ ഉന്നത സിപിഎം നേതാക്കൾ അറസ്റ്റിലാകുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന എൻ വാസുവിന് പിന്നാലെ എ പത്മകുമാറും അറസ്റ്റിന്റെ വക്കിലെത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടുവെന്ന തിരിച്ചറിവിലാണ് സിപിഎം. എൻ വാസുവിന്റെ അറസ്റ്റുണ്ടാക്കിയ പ്രതിച്ഛായ നഷ്ടം വളരെ വലുതാണെന്ന് സിപിഎമ്മിന് അറിയാം. പാർട്ടിയുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒന്നും സ്വർണ്ണക്കവർച്ച വിവാദത്തിലില്ലെന്ന വാദം വാസുവിന്റെ അറസ്റ്റോടെ പൊളിഞ്ഞിരുന്നു. പിന്നാലെയാണ് പത്മകുമാറും അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നതിനപ്പുറം സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് പത്മകുമാർ. വിശ്വാസികളായ വോട്ടർമാരുടെ മുന്നിലേക്ക് വോട്ട് ചോദിച്ചു പോകാൻ പോലുമാകാത്ത സാഹചര്യത്തിലാണ് പാർട്ടി ഇപ്പോൾ. മുഖം രക്ഷിക്കാൻ ഇടത് സഹയാത്രികനായ കെ ജയകുമാർ IAS ബോർഡ് തലപ്പത്തേക്ക് കൊണ്ടുവന്നെങ്കിലും അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്നും പാർട്ടി മനസ്സിലാക്കുന്നു. സാധാരണഗതിയിൽ പോലീസ് അന്വേഷണത്തെ സ്വാധീനിക്കാൻ നടത്തുന്ന ഇടപെടൽ സാധിക്കുന്നില്ലെന്നതാണ് സർക്കാരും പാർട്ടിയും നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണമുള്ളതിനാൽ അന്വേഷണ സംഘത്തിന് മുകളിൽ സമ്മർദ്ദം ചെലുത്താനും കഴിയുന്നില്ല. വിവാദകാലത്തെ ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാർക്കപ്പുറത്തേക്ക് അന്വേഷണം നീങ്ങിയാൽ അത് പാർട്ടിയെ തള്ളിവിടുക നിലയില്ലാ കാര്യത്തിലേക്കായിരിക്കുമെന്നതും സിപിഎമ്മിനെ പ്രതിസന്ധിയിലാക്കുന്നു. ജനം, തിരുവനന്തപുരം.